ദക്ഷിണ കന്നഡ ജില്ലയിലെ കുന്താപുരം താലൂക്കിൽ വനമധ്യത്തിൽ കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ ഇന്ന് യാത്ര തുടങ്ങുന്നത്. മനോഹരമായ ബയ്യന്തൂർ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഫ്രഷ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്റ്റേഷനിലുണ്ട്. സ്റ്റേഷന്റെ പുറത്ത് നമ്മെ കാത്ത് ഒരുപാട് ടൂറിസ്റ്റ് ടാക്സികൾ ഉണ്ടാകും. കുറച്ച് ക്യാഷ് കൂടുതലാണ്. സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ കഷ്ടിച്ച് നടന്നാൽ ബസ് സ്റ്റോപ്പിലെത്താം. അവിടെ നിന്നും പ്രൈവറ്റ് ബസ് കിട്ടും. ഞങ്ങളുടെ യാത്ര ഒമിനിയിലാണ്. 900 രൂപ നിരക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 35 കിലോമീറ്റർ ഗ്രാമവഴിയിലൂടെയുള്ള യാത്ര. ആ യാത്ര ഏറെ മനോഹരമാണ്. ഏകദേശം 3/4 മണിക്കൂർ യാത്ര കൊണ്ട് മൂകാംബികയിൽ എത്തിച്ചേരാം. ഇതാണ് മൂകാംബികയുടെ പ്രധാന കവാടം. ഇവിടെ നിന്നും കുറച്ചു മുൻപോട്ട് പോയാൽ കാണുന്ന അമ്പലമാണ് മൂകാംബിക ദേവിയുടെ കാവൽ ദൈവം. വീണ്ടും കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്താൽ മൂകാംബിക ക്ഷേത്രത്തിലെത്താം. ടാക്സി ഡ്രൈവർമാർ നമ്മളെ പല ഹോട്ടലുകളിലും ഇറക്കി റൂം കാണിച്ചു തരും. അതിൽ പോകാതെ നമ്മൾ തന്നെ റൂം കണ്ടെത്തുകയാണ് ഏറ്റവും നല്ലത്. വേണമെങ്കിൽ ക്ഷേത്രത്തിന്റെ ലോഡ്ജായിട്ടുള്ള ലളിതാംബികയിൽ കുറഞ്ഞ വാടകയ്ക്ക് നമുക്ക് റൂം ലഭിക്കും. മൂകാംബിക അമ്മയെ തൊഴാനായി സൗവർണികയിൽ ഒന്ന് മുങ്ങിക്കുളിക്കാം. അമ്പലത്തിൽ നിന്നും 1 കിലോമീറ്റർ നടന്നു വേണം അവിടെ എത്താൻ. അത്ര തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ദർശനം വളരെ എളുപ്പമായിരുന്നു. കൊത്തുപണികൾ നിറഞ്ഞ കൽമണ്ഡപങ്ങൾ നോക്കിയും അവിടെ ഉണ്ടായിരുന്ന രഥവും കണ്ട് കുറച്ചു നേരം ആ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം ചെലവഴിക്കാം. മൂകാംബികയുടെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകാം ഈ ക്ഷേത്രം അക്ഷരപ്രേമികളുടെ ഇഷ്ടസ്ഥലം കൂടിയാണ്. വിദ്യാരംഭത്തിന് നിരവധി കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. അമ്പലത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്കിറങ്ങി ഇനിയുള്ള യാത്ര കുടജാദ്രിയിലേക്ക്. കുടജാദ്രിയുടെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. നാടുകാണികൾ.